വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ഇന്നോവ സ്കൂട്ടറിലിടിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് അംഗം നസീമ പാലശ്ശേരിക്കാണ് പരിക്കേറ്റത്. ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനം നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്നാണ് SI സൈഫുള്ളയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇന്ന് രാവിലെ 9:30 ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വളവിലാണ് അപകടമുണ്ടായത്. നിർത്താതെ പോയ ഇന്നോവ കാർ നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ച് പോലീസ് പിടികൂടി. വാടക കാറിൽ കക്കാടംപൊയിൽ ഭാഗത്തു നിന്നും എത്തിയ 17-നും 19-നും ഇടയിൽ പ്രായമുള്ള 8-അംഗ സംഘം സഞ്ചരിച്ച കാറാണ് ഇടിവണ്ണയിലെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന നസീമയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത്. ബൈക്കിനെ മറികടന്ന് ഇന്നോവ കാർ വരുന്നത് കണ്ട് താൻ സ്കൂട്ടർ വേഗത കുറച്ചെങ്കിലും ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് നസീമ പറഞ്ഞു. ഞാൻ ഇടിവണ്ണ ഷോപ്പിലേക്ക് പോകുകയായിരുന്നു. ഷോപ്പിലേക്ക് അപ്പൊ എതിരെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വളവില് നല്ല സ്പീഡിലാണ് അവര് വരുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറ്റ സ്ലോ ആക്കിയാണ് വണ്ടി പോയത്. അവര് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് ഒന്നായിട്ട് വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് അവര് നിർത്താതെ പോയി. ഞാന് മറിഞ്ഞ് അരിച്ചാലക്ക് വീണു. പിന്നെ ആളുകളൊക്കെ പാടെ കൂടിയിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവര് വണ്ടി നിർത്താതെ പോയി. അവര് വരവന്നെ പന്തികയായിട്ടുള്ള വരവാണ്, നല്ല കറക്റ്റ് ആയിട്ടല്ല വരുന്നത്. റോങ് സൈഡിലാണ് അവര് വരുന്നത്. 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പോണതാണ് ഷോപ്പൊക്കെ. വലതുകാലിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ നസീമയെ വീണ് കിടക്കുന്നത് കണ്ട ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. സ്കൂട്ടറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. അപകടം വരുത്തിയ ശേഷം ഇന്നോവ കാർ നിർത്താതെ പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് SI സൈഫുള്ളയുടെ നേതൃത്വത്തിൽ കാർ കോടതിപ്പടിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. മഞ്ചേരി മുള്ളമ്പാറ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. തങ്ങൾ വാടകയ്ക്കെടുത്ത കാറാണെന്നും ഇതിൽ വാഹനം ഓടിച്ചയാൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂവെന്നും കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു. അനധികൃതമായി കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഞ്ചേരി ഭാഗത്തു നിന്നുള്ളവരുടെ കാറാണെന്ന് പ്രാഥമിക വിവരമെന്നും ഇക്കാര്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും SI സൈഫുള്ള പറഞ്ഞു. കക്കടാമ്പൊയിൽ നിന്നും ടൂർ കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള KL 65W 3798 ഇന്നോവ കാർ അകമ്പാടം വെച്ച് ഒരു സ്കൂട്ടർ ഓടിച്ചു വരുന്നതിന് സ്ത്രീക്കിട്ട് തട്ടി അവിടെ നിന്ന് നിർത്താതെ പോകുന്ന വണ്ടി ഇന്നോവ ആ പരിഭ്രാന്തിയോടുകൂടിയുള്ള ഓടിക്കലിൽ മറ്റു പലയിടത്തും തട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചത് കാരണം ജ്യോതിപ്പടിക്കൽ വെച്ചിട്ട് ഞാൻ പോലീസ് പാർട്ടിയുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് വണ്ടിയിലുള്ള ആളുകളെ പരിശോധിച്ച സമയത്ത് അതിനകത്തുള്ളത് ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ്. അവർ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. എല്ലാവർക്കും ലൈസൻസ് ഇല്ല. ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടെന്നാണ് പറയുന്നത്, ഉറപ്പില്ല. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയം ഈ ടീനേജ് ആയിട്ടുള്ള പിള്ളേർക്ക് അനധികൃതമായിട്ട് വാടകയ്ക്ക് എടുത്ത വണ്ടിയാണ്. അതായത് റെൻ്റ് കാർ നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള മറ്റ് രേഖകളൊന്നും ഇല്ലാതെ തന്നെ പിള്ളേർക്ക് ടൂർ ന്യൂ ഇയറിൽ മറ്റും ആഘോഷിക്കാനായി കക്കടാമ്പൊയിലും മറ്റും ടൂർ പോകാനായും മറ്റും മഞ്ചേരി ഭാഗത്ത് നിന്ന് എവിടുന്നു റെൻറ്റിനെടുത്ത വണ്ടിയാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടികളുണ്ടാവും. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, അംഗീകൃത രേഖകളോ മറ്റോ ഇല്ലാതെ പിള്ളേർക്ക് വണ്ടി വാടകയ്ക്ക് കൊടുത്തു എന്നുള്ളത്. പിന്നെ ആ വണ്ടി ഓടിച്ചു വരുന്ന മുറക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയി എന്നുള്ളത് മറ്റൊരു കാര്യം. ആ പരിഭ്രാന്തിയോടുള്ള പോരലിൽ മറ്റു പലയിടത്തും ഇതേ വണ്ടി തട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ കൃത്യം ജ്യോതിപ്പടിക്കുള്ള സമയത്ത് നമുക്ക് കൃത്യമായ വിവരം ലഭിച്ചു, ഇങ്ങനെ ഒരു വാഹനം വരുന്നുണ്ടെന്ന് ലഭിച്ചാൽ നമ്മൾ വണ്ടി തടഞ്ഞു നിർത്തി അവർ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി പരിശോധനയ്ക്ക് ശേഷമാണ് ടീനേജ് പിള്ളേരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ മറ്റ് ഒഫൻസുകളൊന്നും അവർക്ക് വണ്ടിയിലോ മറ്റോ കോൺട്രാബാൻഡ് ആർട്ടിക്കിൾസോ മറ്റൊന്നും ട്രേസ് ചെയ്തിട്ടൊന്നുമില്ല. വാഹനം പിടിച്ച ശേഷവും അമിത വേഗതയിലാണ് നിലമ്പൂർ ടൗണിലൂടെ ഇവർ സഞ്ചരിച്ചതെന്നും SI പറഞ്ഞു. പരിക്ക് പറ്റിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നും SI കൂട്ടിച്ചേർത്തു. വിഷൻ നിലമ്പൂർ.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.